ബിജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്വർഗ്ഗലോകത്ത് നിന്ന് എന്ന വണ്ണം ഞാൻ ഇറങ്ങി വന്നത് ഒരു ഹോം എലിവേറ്ററിലാണ്. നിബവ് ഹോം എലിവേറ്റർ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പേര്. അപ്പോൾ ഹോം എലിവേറ്റർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചേക്കാം ഇതെന്ത് സംഭവമാണ്. കാരണം നമ്മളെല്ലാവരും ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്ററിൽ കയറിയിട്ടുണ്ട്, അതെല്ലാം ഓരോ സ്ഥാപനങ്ങളിലായിരിക്കും. ഈ ഹോം എലിവേറ്റർ എന്താണ്? അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഒരു കുഴൽ പോലെയുള്ള ഗ്ലാസ്സിലൂടെ എങ്ങനെ ഞാൻ ഇറങ്ങി വന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലിഫ്റ്റിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് വീടുകളിൽ സ്ഥാപിക്കാവുന്ന ഒരു ലിഫ്റ്റ്. അപ്പോൾ ലിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ വളരെ സാങ്കേതികമായ പരിജ്ഞാനമുള്ളവരൊക്കെ ചെയ്തു തരുന്നൊരു സംഭവം, അതുപോലെ തന്നെ എപ്പോഴും മെയിൻ്റനൻസ് വേണം, ഒരു വീട്ടിലതൊക്കെ പറ്റുമോ എന്നൊക്കെയാണ് ആലോചിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ് നിബവ് ഹോം എലിവേറ്റർ. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഈ സാധനം ഇതേപടി എടുത്ത് നിങ്ങൾക്കൊരു വീട്ടിൽ ഫിറ്റ് ചെയ്യാം. നിങ്ങൾ വീട് മാറുകയാണെങ്കിൽ അടുത്ത വീട്ടിലേക്ക് ഈ ലിഫ്റ്റ് കൊണ്ടുപോയി വെക്കാം. 4-5 നില വരെയൊക്കെയുള്ള വീടുകൾക്ക് പറ്റുന്ന ഒരു കുഞ്ഞ് ലിഫ്റ്റ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ചിലവില്ലാത്തൊരു ലിഫ്റ്റ്. അതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് രണ്ടുപേരോട് നിൽക്കുന്നുണ്ട്. ഒന്ന് അതിൽ, മറ്റൊന്ന് അമൽ. രണ്ടുപേരും ഈ നിബവ് ഹോം എലിവേറ്റേഴ്സിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജേഴ്സാണ്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്ഥാപനം എവിടെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഫോർട്ട് കൊച്ചിയിലാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. എന്നല്ലൊരു സംഭവം കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു കുടലിൽ കൂടെ ഇറങ്ങിയ രസകരമായൊരു അനുഭവമാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് വലിയ പേടിയുള്ള കാര്യം ലിഫ്റ്റ്. നമ്മളൊക്കെ ഈ ക്ലസ്ട്രോഫോബിയയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം ഇത് എത്രത്തോളം സേഫാണ്. ഒരു വീട്, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കൊന്ന് കുടുങ്ങിപ്പോയാൽ ഞാൻ ബെല്ലടിച്ചാൽ സെക്യൂരിറ്റി ഓടി വരും. ഒരു വീട്ടിൽ ഞാൻ മാത്രമുള്ള അവസ്ഥയിലാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ മാത്രം കുറേ ചോദ്യങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു പുതിയ സംഭവമാണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി പുതിയതാണ്, ഇനി ലോകത്ത് മറ്റു സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് കേരളത്തിൽ നിങ്ങളിത് വന്ന് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ആൾക്കാരിത് വാങ്ങിക്കുന്നുണ്ടോ, ഫിറ്റ് ചെയ്യുന്നുണ്ടോ? സർ, ഇത് നമ്മൾ ആക്ച്വലി ഈ ഒരു ടെക്നോളജി ലാസ്റ്റ് ഒരു 12-13 ഇയേഴ്സ് ആയിട്ടുണ്ട്. കൂടുതലും ഇന്ത്യക്ക് പുറത്താണുള്ളത്. ബട്ട് ഇന്ത്യയിലേക്ക് ഇപ്പോൾ വന്നിട്ട് റീസെന്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. ബട്ട് സർ, ടെക്നോളജി വൈസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി സേഫസ്റ്റ് ടെക്നോളജി. നമ്മൾ നോർമൽ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ യു ഹാവ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ലിഫ്റ്റ്സ് ഉണ്ട്. ഇത് വാക്യൂം ലിഫ്റ്റ് ആണ്. വാക്യൂം ആണ്. കംപ്ലീറ്റ്ലി എയറിലാണ് ഈ എൻറ്റയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സിസ്റ്റത്തിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കമ്പനി തന്നെ CE സർട്ടിഫൈഡ് ആണ്, കൺഫർമേറ്റഡ് യൂറോപ്യൻ സർട്ടിഫൈഡ് ആണ്, TUV സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി സർ ഒന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് ലിഫ്റ്റ് ഇൻ ദി വേൾഡ്. സോ ഇനിയിപ്പോൾ സാറിന് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവരും മെയിൻ കൺസേൺ സ്പേസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ നോർമലി ഉള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്ര സ്ഥലം വേണം, അല്ലെങ്കിൽ ഒരു 4x4 സ്ഥലം വേണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. നമ്മുടെ കേസിൽ എന്നു വെച്ചാൽ നമുക്ക് 1 മീറ്റർ സ്പേസ് മതി. 1 മീറ്റർ ക്ലിയർ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിഫ്റ്റ് പ്ലാൻ ചെയ്യാം. നമുക്ക് വാളിനോട് ചേർത്ത് വെക്കാം, സെന്ററിൽ വെക്കാം, നമുക്ക് വിട്ട് വെക്കാം. അതൊന്നും ഒരു ഇഷ്യൂ അല്ല, ബിക്കോസ് നമ്മുടെ ലിഫ്റ്റ് എൻറ്റയർലി സെൽഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ലിഫ്റ്റ് ഇവിടെ പ്ലാൻ ചെയ്തതിന് സാർ കാണുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ പിറ്റ് ആവശ്യമില്ല, പിറ്റിന്റെ ആവശ്യമില്ല, കുഴിക്കേണ്ട ആവശ്യമില്ല, ടൈൽസ് കട്ട് ചെയ്തിട്ടില്ല. മിഷൻ റൂം, ഹെഡ് റൂം, ഇതൊന്നും ഇതിൽ ആവശ്യമില്ല. ഈ ടൈലിന്റെ മുകളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് ടൈൽസിന്റെ മുകളിൽ ജസ്റ്റ് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ സാറിന് ഒരു 5-10 ഇയേഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് മാറ്റണമെങ്കിലും സാറിന് എടുത്ത് മാറ്റാം. ഈ ടൈൽസ് ആസ് ഇറ്റ് ഈസ് ഉണ്ടാവും. സോ ഇതൊരു വൺ ഓഫ് എ കീ ഫീച്ചേഴ്സ് ആണ്. ആൻഡ് സെക്കൻഡ്ലി സാറിന് സ്പേസ് ലോസ് ഉണ്ടാവില്ല. ചില സാർ വീട്ടിലുണ്ടാവും സ്റ്റെയർ കേസിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ 1 മീറ്റർ സ്ഥലം ഉണ്ടാവും. നമുക്ക് ഈസിലി ഈ ലിഫ്റ്റ് അവിടെ സ്റ്റെയറിന്റെ ഇടയിൽ വെക്കാം. സോ ഇത് വീട്ടിൽ എസ്തെറ്റിക്കലി വീട് കുറച്ചും പ്ലീസിംഗ് ആക്കും ചെയ്യും. അറ്റ് ദ സെയിം ടൈം സാറിന്റെ പർപ്പസ് അവിടെ സോൾവ് ആവും ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എന്നാണ് ഒരു വീട് വെക്കുമ്പോൾ? അത് എല്ലാ വീട്ടിലും ആവശ്യമില്ല. ചില വീട്ടിൽ ഓൾറെഡി ഓപ്പൺ സ്പേസ് ആയിരിക്കും. നമുക്ക് നമുക്ക് ഒരു സിവിൽ വർക്കും ആവശ്യമില്ല. നമ്മുടെ ലിഫ്റ്റ് നമുക്ക് റെഡി കൊണ്ടുപോയി വെക്കാം. ബട്ട് ചില വീട്ടുകളിൽ ഇതേപോലെ കോർ കട്ടിങ് വേണ്ടി വരും. ചില വീട്ടിൽ ചിലപ്പോൾ സ്റ്റേഴ്സിന്റെ ഇടയിൽ കാണുമ്പോൾ സാർ ഓൾറെഡി ഗ്യാപ്പ് ഉണ്ടാവില്ല, അവിടെ എക്സ്ട്രാ നമുക്ക് വർക്ക് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വീട് പണിതുകൊണ്ടിരിക്കുന്നു, ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ ലിഫ്റ്റ് കൊണ്ട് എനിക്ക് അങ്ങ് വെച്ചാൽ മതിയോ? അങ്ങനെയാണോ അതിൻ്റെ രീതി? സർ, നമുക്ക് ഒരു ആക്ച്വലി പ്രൊസീജിയർ ഉണ്ട്, ബിക്കോസ് നമ്മൾ എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവലാണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ ഇപ്പോൾ സാർ വാക്ക് ഇൻ ഷോറൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാർ വൺസ് പ്രൊഡക്റ്റ് ഇഷ്ടമായ നമുക്ക് ഇതിനൊരു പ്രൊഡക്ഷൻ ടൈം ഉണ്ട്. ലൈക്ക് നമ്മുടെ ഈ എൻറ്റയർ ലിഫ്റ്റ് പറഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ആണ്, A to Z. ലൈക്ക് സാറിന് സൈസ് ഒഴിച്ച് ബാക്കി എല്ലാം കസ്റ്റം മെയ്ഡ് ആണ്. കളർ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ദി ഇന്റീരിയേഴ്സ്, ഹൈറ്റ്, എവറിത്തിങ് ഇസ് കസ്റ്റം മെയ്ഡ്. സോ ഇപ്പോൾ സാർ റിക്വയർമെന്റ് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് 3 to 4 months നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തിട്ട് സാറിന്റെ വീട്ടിൽ ഡെലിവറി
ചെയ്യാം. അപ്പോൾ വീട് വെക്കാൻ തുടങ്ങുമ്പോഴേ പ്ലാൻ ചെയ്താൽ വീട് തീരുന്നതിന് മുമ്പേ നമുക്ക് സാധനം റെഡി ആയിരിക്കും. സോ നമുക്കൊരു അഡീഷണൽ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്കൊരു ഫാസ്റ്റ് ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മെഡിക്കൽ റിക്വയർമെന്റിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ 1 മന്തിലും ചെയ്തു കൊടുക്കും. ഇത് ഏറ്റവും ആവശ്യം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വീൽ ചെയറുള്ള ഒരാൾക്ക് എപ്പോഴും വീടിൻ്റെ 1ാം നിലയിലായിരിക്കും കഴിയേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ അവിടെ തന്നെ ജീവിക്കേണ്ടി വരും. പക്ഷേ താഴേക്ക് കൊണ്ടുവരാനൊന്നും ഒട്ടും എളുപ്പമല്ല. പ്രത്യേകിച്ച് 3-4 പേര് സപ്പോർട്ട് വേണ്ടി വരും. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നേരെ അവർക്കും താഴെ വരാം. അങ്ങനെ ഒരു മൊബിലിറ്റി കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിലെ അവസ്ഥയിൽ കേരളം ഒരു NRI സിറ്റി എന്ന് തന്നെ വിളിക്കാം കേരളത്തെ. എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും മാത്രമേ ഒറ്റയ്ക്കുണ്ട്, മക്കളെല്ലാം വെളിയിലായിരിക്കും. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ കോട്ടയത്തെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതേ ഇല്ല. കാരണം സ്റ്റെപ്പ് കയറി മുകളിൽ പോകാനുള്ള മടിയുമുണ്ട്, അതിൻ്റെ ഒരു ആയാസം ഉദ്ദേശിച്ച്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനൊരു സാധനം വന്ന് ഫിറ്റ് ചെയ്താൽ മുകളിൽ പോയി സുഖമായിട്ട് വരാം അല്ലേ? നമ്മുടെ കൂടുതൽ അതിനാണ് സാർ. മിക്ക ആൾക്കാരും വീടുള്ള മുകളിലത്തെ ഫ്ലോർ ആക്സസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിഷനറി ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് എല്ലാ ഫ്ലോർ ആക്സസ് ചെയ്യാം. ഈവൻ വയസ്സായ ആൾക്കാരായിക്കോട്ടെ. കാരണം ഇപ്പോൾ ഇതിൽ ഫുള്ളി സാർ കാണാമല്ലോ, പോളികാർബണേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചത്. ഇത് പ്രോപ്പർ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സാണ്. സോ ഈ ഗ്ലാസ്സിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ആൾക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഒരു 70 വയസ്സായ ആൾക്കായാലും അവർ പേടി ഉണ്ടാവില്ല. ലിഫ്റ്റ് കാരണം ഒരു പേടി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ പേടിയിലേക്ക് തന്നെ വരാം. നമ്മൾ ക്ലസ്ട്രോഫോബിയുടെ ആളാണല്ലോ. അതെ. അപ്പോൾ ഞാനിവിടെ ഈ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി ആദ്യം ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. നമ്മളെപ്പോഴും ലിഫ്റ്റിൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ കറണ്ട് പോയാൽ അവിടെ കുടുങ്ങി പോവുക, കിടന്ന് ബഹളം ഉണ്ടാക്കുക, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഞാൻ അലാറം അടിച്ചാൽ ആൾ വരാനുണ്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ലിഫ്റ്റ് താഴെ എത്തുമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ലിഫ്റ്റാണ്. സോ ബേസിക്കലി നമ്മുടെ ലിഫ്റ്റിന് മുകളിലോട്ട് പോകുമ്പോൾ മാത്രമാണ് കറണ്ട് ആവശ്യമുള്ളൂ. ഡിസെൻഡ് ചെയ്ത് വരുമ്പോൾ, അടിയിലോട്ട് വരുമ്പോൾ നമുക്ക് 0 ഇലക്ട്രിസിറ്റിയിലാണ് വരുന്നത്. സോ ഇൻ കേസ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്താനായിട്ട് മുന്നേ കറണ്ട് പോയി. ആ സിനാരിയോയിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ആ മോട്ടർ ടേൺഡ് ഓഫ് ആവും. ലിഫ്റ്റ് നോർമലി സ്പീഡ് കമ്മിയായിട്ട് ഡിസെൻഡ് ചെയ്ത് അടിയിലോട്ട് വരും, സെറ്റിൽ ആവും. ഈ ഡോസ് പറഞ്ഞത് മെക്കാനിക്കൽ ഡോസ് ആണ്. സാറിന് ഇത് തുറന്ന് പുറത്തിറങ്ങാം. സോ സാർ ഒരിക്കലും ഇൻ ബിറ്റ്വീൻ സ്റ്റക്ക് ആവില്ല. ഇല്ല, അത് 100% ഷുവറാണ്. മറ്റെന്തൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട്? സർ നമുക്കിതിൽ സേഫ്റ്റി ഫീച്ചർ വൈസ് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാറിന് ഒരിക്കലും കറണ്ടിൽ സ്റ്റക്ക് ആവില്ല. ആൻഡ് ഇത് ഹോം എലിവേറ്റർ ആയതുകൊണ്ട് ഈ ലിഫ്റ്റിന്റെ ട്രാവൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 0.15 മീറ്റർ/സെക്കൻഡ് ആണ്. സോ ഇതാണ് നമുക്ക് ലിമിറ്റഡ് സ്പീഡ് ആയിട്ടാണ് ഇത് ട്രാവൽ ചെയ്യുക എൻറ്റയർ മിഷൻ. സോ ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്ക് കാണാം. ആൻഡ് ഓൾസോ നമുക്ക് ഇന്റേണലി സാർ നോക്കുമ്പോൾ നമുക്ക് നോർമൽ ലിഫ്റ്റിൽ പറഞ്ഞ പോലെ അലാറം ബട്ടൺസ്, ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് ഉള്ളിലും പുറത്തും മിഷൻ റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഇത് ഈ റെഡ് കളർ ഇത് ഉള്ളിലും ഉണ്ട്, അതേപോലെ പുറത്തും ഉണ്ട്. സോ ഈ ഒരു ഇതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഒരു ഹെൽപ്പ് വന്നു, മിഷൻ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാക്കി ഏത് ലിഫ്റ്റ് ആയാലും സർ ടെക്നീഷ്യനെ വിളിച്ച് ടെക്നീഷ്യൻ പുറത്തുനിന്ന് വരണം. മേ ബി 24 hours 10-15 hours ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോ കമ്പനി ആയിരിക്കും. നമ്മുടെ കേസിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇതിനുവേണ്ടി നമ്മൾ ഈ ഒരു ബട്ടൺ നമ്മൾ പുറത്തും ഉള്ളിലും കൊടുത്തിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ട്. സോ ആ ബട്ടൺ 3 seconds അമർത്തി പിടിച്ചാൽ മോട്ടർ വിൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആൻഡ് ദ മിഷൻ വിൽ കം ഡൗൺ ആൻഡ് സെറ്റ്. സോ ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അതുപോലെ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ വീട് ഞാൻ ഉള്ളിൽ എൻ്റെ ഡ്രോയിങ് റൂമിൽ അടിക്കാൻ പോകുന്ന നീല നിറമാണ്, ഈ നിറമാണ്. എനിക്ക് ഈ നീല നിറത്തിൽ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞാൽ തരുമോ? ഡെഫിനറ്റ്ലി സർ, നമ്മൾ എൻറ്റയർലി കസ്റ്റം മെയ്ഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സൈസ് പറഞ്ഞാൽ നമുക്ക് 1 മീറ്റർ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഈ കളേഴ്സ് ഇന്റേണലും എക്സ്റ്റേണലും നമുക്ക് കളേഴ്സ് സാറിന് വേണ്ട പോലെ സെലക്ട് ചെയ്യാം. ബ്ലൂ, റെഡ്, ഗ്രീൻ, എനി കളർ നമുക്ക് അത് കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ സാറിന് ഇപ്പോൾ ഈ പോളികാർബണേറ്റ് ഷീറ്റ് അതും സാറിന് ആസ് സാറിന് വേണമെങ്കിൽ ഡിം ആക്കാം. നമുക്ക് കസ്റ്റം കമ്പനി എന്നല്ല സാറിന് മനസ്സിൽ കവർ ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ കാറിൽ ഫിലിം ഒട്ടിക്കരുതെന്ന് പറഞ്ഞ പോലെ വീട്ടിൻ്റെ അകത്ത് അങ്ങനെയൊന്നും നിയമമില്ല. മറ്റൊരു കാര്യം, എനിക്കിത് ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പ് വേണം, എനിക്ക് സ്ക്വയർ വേണം, തരാൻ പറ്റുമോ? സർ ഇത് വാക്യൂം ടെക്നോളജി ആയതുകൊണ്ട് നമുക്ക് സർക്കുലർ ആകുമ്പോഴാണ് എയർ സെക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. സ്ക്വയറിലാകുമ്പോൾ അത് മച്ച് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആസ് ഓഫ് നൗ വി ആർ വർക്കിംഗ് ഓൺലി ഇൻ ദിസ് സർക്കുലർ മോഡലാണ്. അപ്പോൾ ഇതാകുമ്പോൾ സാറിന് ഇപ്പോൾ ഈ 1 മീറ്റർ സ്പേസിൽ സാറിന് ഒതുങ്ങിയിരിക്കും, വീട്ടിൽ ഒരു ശല്യം ഉണ്ടാവില്ല. ഈവൻ സാർ ഇപ്പോൾ 6 മാസം ഇത് ഉപയോഗിക്കാണ്ടിരുന്നാലും ഇത് കേട് വരില്ല, ബിക്കോസ് ഇത് ലൂബ് ചെയ്യാനുള്ള പാർട്സ് എവിടെയില്ല. അതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഈ ലിഫ്റ്റ് ഇപ്പം എൻ്റെയൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, AMC വലിയൊരു തുകയാണ് നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതൊരു വലിയ തലവേദനയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഈ ലിഫ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ AMC അടച്ചൊക്കെ നിങ്ങൾ അങ്ങനത്തെ സർവീസൊക്കെയാണോ? അല്ല സർ, ഒരിക്കലല്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം, നമ്മുടെ എൻറ്റയർ മിഷൻ സാർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 വർക്കിംഗ് പാർട്സ് ആണുള്ളൂ. ഒന്ന് മോട്ടറും പിന്നെ ഈ കാണുന്ന എയർ സിലിണ്ടർ. സോ ഇതല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും വർക്കിംഗ് ആയിട്ടുള്ള പാർട്സ് ഇല്ല. ആൻഡ് അപ്പോൺ ദാറ്റ് നമ്മുടെ മിഷനിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് വൺസ് ഇൻ ഇയർ പിറ്റ് ക്ലീൻ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഹെഡേക്ക് ഇല്ല. ആൻഡ് ഇത് ലൂബ് ചെയ്യേണ്ട ആവശ്യമില്ല എവിടെയും. സോ ഇപ്പോൾ സാർ ഒരു 6 അല്ല 8-9 months എത്ര കാലം ഇത് അടച്ചിട്ടാലും സാർ ഇത് എവിടെയും കേട് വരുന്ന പാർട്സ് ഇല്ല. ഫ്രിക്ഷൻസ് നമുക്ക് കമ്മിയാണ് കൂടുതലും. സോ ഈ ഒരു എൻറ്റയർ മിഷൻ സാർ അതാണ് ഒരു പെക്യുലാരിറ്റി ഉള്ളത്. അപ്പോൾ സാറിന് സർവീസ് എന്ന് പറഞ്ഞ ആവശ്യമില്ല. ഹവർ സാർ വൺസ് ഇൻ ഇയർ ഒരു ടെക്നീഷ്യനെ നമുക്കിവിടെ ഉണ്ട്, നോർമൽ കോൾ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് എൻറ്റയർ മിഷൻ ഒന്ന് സാറിന് ക്ലീൻ ചെയ്തിട്ടും പിന്നെ എത്ര റീഡിങ്സ് ഒക്കെ എടുത്തിട്ട് അവർ
പിന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളിപ്പോൾ ഓഫീസ് ഉള്ളത് ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് അല്ലേ, കേരളത്തിലെ ഓഫീസ്. ഞാനത് കാസർഗോഡ് വാങ്ങിക്കാന്നിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യും? സർ നമുക്കെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കമ്പനിയിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സ്റ്റേറ്റ്സിലും നമുക്ക് എക്സ്പീരിയൻസ് സെന്റേഴ്സ് ഉണ്ട് അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡും ഉണ്ട്. സോ സാറിനിപ്പോൾ ഇപ്പോൾ ഇവിടെ കൊച്ചിൻ ഷോറൂമിൽ വന്ന് വൺസ് സാർ ലിഫ്റ്റ് കണ്ട് ഇഷ്ടമായി, സർ കാസർഗോഡല്ല നമുക്ക് ഏത് സ്ഥലമായാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ചെന്നൈയിൽ നിന്ന് ഫാക്ടറി ഉണ്ട്, അവിടെ നിന്നാണ് നമുക്ക് ഡയറക്റ്റ്ലി പോകുന്നത്. എന്താവശ്യത്തിന് നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ ടെക്നീഷ്യൻസും എല്ലാം ഉണ്ട്, അവർ അസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ടാവും. സോ എല്ലാം നമുക്കൊരു സൈക്കിളാണ് വരുന്നത്. ആൻഡ് ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഓപ്പണിംഗ് വരുന്നത് നമുക്കൊന്ന് ട്രിവാൻഡ്രത്ത് ഒരു ഷോറൂം ഓപ്പണിംഗ് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഇൻ കാലിക്കറ്റ്. അങ്ങനെ കേരളം മുഴുവൻ എന്താണ് ഇതിന് വരാവുന്ന സർവീസ്? സർ നമുക്കിതിൽ മേജറായിട്ട് സർവീസ് എന്നൊരു ടേംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഹൗവർ നമ്മുടെ ഞാൻ പറഞ്ഞ ഈ ഒരു വാക്യൂം സീലില്ലേ, ഈ സീലിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 15,000 to 20,000 റൗണ്ട്സിന്റെ ഉള്ളിലാണ്. 15,000 റൗണ്ട്സ്, അതായത് സർ ഒരു വട്ടം മുകളിൽ പോയി താഴെ വന്ന 1 സൈക്കിൾ, അങ്ങനെ 20,000 ഉള്ളിലാണ് ഇത് വരിക മൈലേജ്. അപ്പോൾ അത് കഴിഞ്ഞ് സാർ ഇത് റീപ്ലേസ് ചെയ്യണം. സോ അതാണ് ഇതിൽ വരുന്ന ഒരു അല്ല ഈ ഒരു ഇതില്ലേ അതാണ് സാർ ചെയ്യേണ്ടത്. സോ അത് മേ ബി ഇപ്പം നമ്മൾ വീട്ടിൽ യൂസ് ആകുമ്പോൾ മേ ബി യു വിൽ ഗെറ്റ് എ ലൈഫ് അറൌണ്ട് 2 years 1.5-2 years കൂടുമ്പോൾ മാറ്റിയാൽ മതിയാവും. കാരണം നമ്മൾ വീട്ടിൽ ഒരാൾ കയറി പോയാൽ ഒരു ദിവസം 4-5 വട്ടം യൂസ് ചെയ്യും. സോ 15,000-20,000 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ഡേ. സോ അപ്പോൾ ആൻഡ് സെക്കൻഡ് തിങ് നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേജർ ആയിട്ടുള്ളതല്ല, ഇവിടെ ഡോർ വാഷേഴ്സ് ഉണ്ട്. ഈ ഒരു വാഷർ ഇത് നമുക്ക് ഈസിലി നമുക്ക് ഇത് പീൽ ഓഫ് ചെയ്യാം. പീൽ ഓഫ് ചെയ്തിട്ട് പുതിയ വാഷർ നമ്മുടെ ഒപ്പം ഉണ്ടാവും, അത് ഒട്ടിക്കാം. സോ ഇത് നമ്മൾ കൂടുതലും ഡോർ എപ്പോഴും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്, അത് വോൺ ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഹവർ ഒരു സോറി ഇപ്പോൾ ഇത്ര ടൈമിൽ മാറ്റണം അങ്ങനെയല്ല, മേ ബി വൺസ് ഇൻ ഇയർ സാർ ചേഞ്ച് ചെയ്താൽ മതി. സോ ഇത് രണ്ടാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഒരു എന്തെങ്കിലും മാറ്റം ഉണ്ടോ വെച്ചാൽ അങ്ങനെ പറയാനുള്ളത്. ഇപ്പം നമ്മളൊക്കെ ഏത് സാധനം വാങ്ങിച്ചാലും പ്രധാനമായിട്ട് ആദ്യം ചോദിക്കുന്ന വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കാര്യത്തിൽ എന്താണ് അത് പറയാനുള്ളത്? സർ നമ്മുടെ കമ്പനിയിൽ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ് ലിഫ്റ്റ് ഇൻഡസ്ട്രിയിൽ മോട്ടറും എയർ സിലിണ്ടറും നമ്മൾ ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ലൈഫ് ടൈം അത് എല്ലാം കൊട്ടേഷനിൽ ഇടുന്നതായിരിക്കും. ലൈഫ് ടൈം വാറണ്ടി പറയാൻ നെക്സ്റ്റ് 25 to 30 years കമ്പനി വിൽ ടേക്ക് കെയർ ഓഫ്. അതാണ് നമ്മുടെ ലൈഫ് ടൈം വാറണ്ടി. അപ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ എയർ സിലിണ്ടർ നമുക്ക് എവറി 15,000-20,000 റൗണ്ട്സിൽ മാറണം, അതുവരെ കമ്പനി വന്ന് മാറ്റി കൊടുക്കും. പ്രൊവൈഡഡ് കസ്റ്റമർ ഒരു വർഷത്തിൽ ഒരിക്കലും ടെക്നീഷ്യനെ ഒരു പെർ കോൾ ബേസിസിൽ വിളിച്ചിട്ട് ഒന്ന് വന്നിട്ട് നോക്കാൻ പറഞ്ഞാൽ അവർ നോക്കിയിട്ട് വേണ്ട റിക്വയർമെൻറ്റ്സ് ചെയ്തിട്ട് പോകും. സോ അത് നമ്മൾ മാത്രമാണ് എൻറ്റയർ ഇപ്പോൾ ഇത് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എൻറ്റയർ മിഷൻ നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചു വെക്കുന്ന ഒരു ചിലവല്ലാതെ മറ്റൊന്നും ഇല്ല, വേറെ ഒരു ചിലവും സാധനം. അടുത്തൊരു ചിലവുണ്ട്, അതാണ് കറണ്ട് ചാർജ്. നമ്മളൊക്കെ ഈ പറഞ്ഞാൽ വീട്ടിൽ ഏറ്റവും അധികം അനുഭവിക്കുന്ന കാര്യം കറണ്ട് ചാർജ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സാധനം കൊണ്ടുവന്ന് വെക്കുമ്പോൾ കറണ്ട് ചാർജ് ഭീകരമായി കൂടുമോ? ഇല്ല, അവിടെയും നമുക്കുള്ള ഇതെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ഇത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ഫേസ് ആകുമ്പോൾ സാറിന് ഇപ്പോൾ ഈ എൻറ്റയർ മിഷൻ ഇത് എക്കോ ഫ്രണ്ട്ലി ലിഫ്റ്റാണ്. ഇത് മുകളിലോട്ട് പോകുമ്പോൾ മാത്രമാണ് സാറ് കറണ്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അടിയിലോട്ട് വരുമ്പോൾ കറണ്ട് പോലും സ്റ്റക്ക് ആവാത്ത ഒരു സിനാരിയോ. അപ്പോൾ ഇത് മുകളിലോട്ട് പോകുമ്പോൾ കറണ്ട് ആവശ്യമുണ്ട്, അടിയിലോട്ട് വരുമ്പോൾ കറണ്ട് ആവശ്യമില്ല, സീറോ ഇലക്ട്രിസിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ 1 മണിക്കൂർ സാർ കണ്ടിന്യൂസ് നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നാലും എന്നാലും സാറിന് എപ്പോഴും അത് സ്പ്ലിറ്റ് ആയിട്ട് കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആയാലും സാർ അറൌണ്ട് 2 യൂണിറ്റ് കറണ്ടാണ് ചിലവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നോർമൽ ഒരു വീട്ടിൽ നോക്കുമ്പോൾ മാക്സിമം പോയ ഒരു 3 യൂണിറ്റ് 4 യൂണിറ്റ് കറണ്ടാണ് ഒരു മാസം ചിലവുള്ളൂ. അതുപോലെ മറ്റൊരു സംശയം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇത് അത്യാവശ്യം സ്ലോ സ്പീഡിൽ അത് കയറി പോകുന്നത്, സ്പീഡ് കൂട്ടാൻ പറ്റും എനിക്ക്? ഇല്ല സർ, നമുക്ക് 0.15 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി സ്പീഡ് എന്ന് പറയുമ്പോൾ. കാരണം നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളുള്ളൂ. ബാക്കി സാർ ഏത് എലിവേറ്റർ കമ്പനി നോക്കിയാലും ഈ ഒരു സർട്ടിഫിക്കേഷൻ ഒരു പക്ഷേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫീച്ചർ എന്താ വെച്ചാൽ ഈ ഒരു 0.15 മീറ്റർ/സെക്കൻഡ് ഈ സ്പീഡിൻ്റെ മുകളിൽ ലിഫ്റ്റ് ഒരിക്കലും പോവില്ല. അങ്ങനെ പോയാൽ അപ്പോൾ ഇറങ്ങുമ്പോൾ സ്പീഡ് കൂടുതൽ ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ പാറ്റന്റഡ് ഫീച്ചർ ഉണ്ട്, HCC ബ്രേക്സ്, ഹാർഡ് ആൻഡ് ക്രോസ് കോമ്പൗണ്ട് ബ്രേക്കിംഗ്. ഈ ബ്രേക്സ് അപ്ലൈ ആവും. അപ്പോൾ സാറും സാറിൻ്റെ ഫാമിലിയും വിൽ ബി ഓൾവേസ് സേഫ് ഇൻ ആർ ലൈഫ്. ഞാനിപ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സേഫ്റ്റി ഒരു തരത്തിലും കുറയുന്നില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതാ ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് ഒരിക്കലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചത്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്നത് 100% അല്ലേ? ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഇന്ത്യയിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാണോ അതോ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ ഉള്ള ലിഫ്റ്റുകൾ ഉള്ളതാണോ? സർ നമ്മൾ ഇത് പുറത്ത് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ പാറ്റന്റ് ഫീച്ചേഴ്സ് പിന്നെ എടുത്തിട്ട് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ഇവിടെ ചെന്നൈയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ സ്ഥലത്ത് നമുക്ക് ഔട്ട്ലെറ്റ്സ് ഓസ്ട്രേലിയ എല്ലാ നമ്മൾ മേജർ കൺട്രീസിലും ഉണ്ട് പ്രസൻസ്. സോ എല്ലാ രീതിയും നമുക്ക് അതുകൊണ്ട് സേഫ്റ്റി അവിടെ എല്ലാവരും നമ്പർ 1 ആണ്. നമ്മുടെ ഇപ്പോൾ സാർ കേരളത്തിൽ നോക്കാച്ച ഒരുപാട് കമ്പനീസ് ഉണ്ടാവും, പക്ഷേ സേഫ്റ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് നമ്മളെ സംബന്ധിച്ചോളം സേഫ്റ്റി ഈസ് ആർ പ്രയോറിറ്റി. വീട്ടിൽ വെക്കുമ്പോൾ 100% അതുപോലെ എന്താണ് ഇതിന്റെ കപ്പാസിറ്റി, എത്ര പേർക്ക് കയറാം? സർ ഈ ഒരു മോഡൽ പറഞ്ഞാൽ നമുക്ക് 2 മുതൽ 3 ആൾക്കാർ ട്രാവൽ വരുന്ന ലിഫ്റ്റാണ്. 210 kgs ആണ് നമുക്ക് ട്രാവൽ വെയിറ്റ് വരിക. സോ ഈ ഒരു വെയിറ്റിന്റെ
കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 2 to 3 പീപ്പിൾക്ക് ട്രാവൽ വലിയ തടിയുള്ള വീട്ടുകാരൊക്കെ ആണെങ്കിൽ 2 പേർക്ക് 2 പേർക്ക്. അതെ, അറ്റ് എ ടൈം സർ വീട്ടിലാകുമ്പോൾ നമ്മൾ അധികം ആൾക്കാർ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇല്ല. സോ അങ്ങനെ. പിന്നെ ഈ വേറൊരു വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു, കൊച്ചു കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും വീട്ടിൽ. അവരിത് തുറന്ന് കളിക്കുകയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? സർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ലിഫ്റ്റിൽ ഞാൻ പറയാ കുട്ടികൾ കയറി കളിച്ചാലും നമുക്കത് ഒരു ഡേഞ്ചറസ് ആയ കാര്യമല്ല, ബിക്കോസ് ഫുള്ളി സേഫ് ആണ്. ആൻഡ് അങ്ങനെ സർ ഇപ്പോൾ ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ ലിഫ്റ്റ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. ഇവിടെ മുകളിൽ ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻറ്റയർ മിഷൻ വർക്കിംഗ് ആവില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ ചൈൽഡ് ലോക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ ഈ റൂമിൽ ഇവിടെയാണ് ഇതിന്റെ ഒരു എൻട്രൻസ്. പക്ഷേ എൻ്റെ വീടിന്റെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും എനിക്ക് എക്സിറ്റ് വേണ്ടത് വേറൊരു സൈഡാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഡോർ എനിക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? സോ മാറ്റാൻ പറ്റും. നമ്മുടെ ലിഫ്റ്റ് മല്ലേ കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പോൾ സാറിന്റെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷനിലോട്ട് നീങ്ങുക. സോ അത്രയും നമ്മൾ എലൈറ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാറിന് ഇപ്പോൾ ഇവിടെ എൻട്രൻസ് ചെയ്തു. നോർമലി എല്ലാ ലിഫ്റ്റിലും സാറിന് എക്സിറ്റ് വരെ ഒരേ സൈഡിലാണ്. നമ്മുടെ കേസിൽ സാറിന് ഇപ്പോൾ എക്സിറ്റ് ഈ സൈഡിലോട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഡോർ വയ്ക്കാം. ഇവൻ നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും വയ്ക്കാം. ഇവ 2 സൈഡിൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. സോ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. അതെ, ശരി. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കയറി നോക്കാം അല്ലേ? കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ വീടിനകത്ത് വയ്ക്കുന്ന ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് എങ്ങനെയുണ്ട്, കൂടുതൽ സൗണ്ട് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കൂടെ കമോൺ. അപ്പോൾ കൂടെ സാറിനെ ഞാൻ വിളിക്കാറുള്ള കാറിനകത്ത് കയറണം. അപ്പോൾ കൂടെ നമുക്ക് പോകാമെന്ന് പറയും. ഇപ്പോൾ ലിഫ്റ്റിനകത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് മുകളിൽ പോയിട്ട് അപ്പോൾ ഇതിനകത്ത് നിന്നു. ഞാനും അപ്പക്കൂട്ടനും കൂടെ എത്രയിലാണ് അപ്പക്കൂട്ട? അപ്പക്കൂട്ടൻ എത്രയിലുണ്ട്? അപ്പക്കൂട്ടനെ ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പൂടെ കിലോ പോലും ജനത്തിനൊന്നും അറിയാൻ വയ്യ. എന്തായാലും 210 ഇല്ല. അപ്പോൾ ഇവിടെ ഓവർലോഡ് മാക്സിമം 210 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പുഷ് ടു ഓപ്പൺ എന്നുള്ള സംഭവം എഴുതിയിട്ടുണ്ട്. ഇവിടെ 1 ഇത് ആകെപ്പാടെ ഒരു ഫ്ലോർ മുകളിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോർ എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ വളരെ ടൈറ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അതിരിക്കുകയാണ്. നമ്മളപ്പോൾ ഫസ്റ്റ് ഞെക്കുന്നു. വളരെ ചെറിയ എന്തോ ഒരു ഉഞ്ഞ സൗണ്ടിലൂടെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലല്ലോ, എനിക്ക് പോലും പേടി തോന്നുന്നില്ല. ഇതാ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. വണ്ടി അവിടെ നിന്നു. ഇതിലിങ്ങനെ പുഷ് ചെയ്താൽ ഇത് ഓപ്പണായി. വളരെ ഈസി. അതായത് ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ എത്ര ഈസിയാണെന്നാണ് നിങ്ങൾ കണ്ടത്. നമുക്കിൻ്റെ കാര്യം ചെയ്യാം. ഞാനൊന്ന് അതുലിനെ ഇങ്ങോട്ട് വിളിക്കാം. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. അപ്പോൾ അതിലിപ്പോൾ താഴേക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടി താഴേക്ക് പോയിരിക്കുന്നു. വെൽക്കം ടു നിബവ് ഹോം എലിവേറ്റേഴ്സ്. താങ്ക് യു സർ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഏറ്റവും മുകളിൽ കാണുന്ന യൂണിറ്റിനെ പറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുകളിലെത്തിയപ്പോൾ കാണുന്നത് ഇവിടെ കൊണ്ട് ഇത് അവസാനിച്ചു അല്ലേ? വേറെ ഒന്നുമില്ല ഇതിനകത്ത് നമുക്ക് കാണിക്കാനുള്ള പാർട്സ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ പാർട്സ് കാണിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതേ കാണിക്കാനുള്ളൂ, പരിപാടി കഴിഞ്ഞു. പക്ഷേ എൻ്റെ പുറത്തേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ട്. അതെന്താണ് സംഭവം? സർ ആക്ച്വലി നമുക്കിത് 3 മോഡലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഇൻറ്റിഗ്രേറ്റഡ് മോഡൽ, പിന്നെ നമുക്കൊരു സൗണ്ട് പ്രൂഫ് മോഡൽ ആൻഡ് സ്പ്ലിറ്റ് മോഡൽ. ടോട്ടൽ 3 മോഡൽസ് ആണ്. സോ ചില വീട്ടുകളിൽ ചില നമുക്ക് സ്ലോപ്പ് സ്ലാൻഡിങ് ആയി അവിടെ പ്രോപ്പർ ഹെഡ് റൂം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ ബാക്കി എല്ലാം സർ കുത്തി പൊട്ടിക്കേണ്ട ആവശ്യം വരും. സോ അത് അവർക്കൊരു ഇൻകൺവീനിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മോഡൽ വെച്ചിട്ടാകുമ്പോൾ മോട്ടർ നമ്മൾ പുറത്ത് വെക്കുകയാണ് ചെയ്യുന്നത്, വീടിന്റെ പുറത്ത് വെക്കുക. അപ്പോൾ അതാണ് സാർ ഇവിടെ കാണുന്ന 2 പൈപ്പ് ഇട്ടിട്ട് മോട്ടർ പുറത്തിരിക്കുന്നതാണ് സാർ ഈ കാണുന്നത്. ഇതാണ് സ്പ്ലിറ്റ് യൂണിറ്റ്. അതാണ് പുറത്ത് ഈ ജനലിൽ കൂടെ നോക്കിയാൽ കാണാം. അതിലൊരു മോട്ടർ വെളിയിരിക്കുന്നത് AC-യുടെ ഒരു യൂണിറ്റ് പോലെ ചെറിയ യൂണിറ്റ് പുറത്തേക്കിരിക്കുന്നു. സോ ഇവിടെ ഇപ്പോൾ സാറിന് ഇപ്പോൾ ഇൻ കേസ് സാർ നോർമലി ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്ലിറ്റ് വേണ്ട, ഈ പൈപ്പിന്റെ ഈ പോർഷൻ ഉണ്ടാവില്ല, ഒറ്റ പീസായിട്ട് നമുക്ക് സൗണ്ട് പ്രൂഫോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ നിൽക്കും. ഇതൊക്കെയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കളേഴ്സ്? അതോ കളേഴ്സ് നമുക്ക് ഇനി മൾട്ടിപ്പിൾ ഉണ്ട്. ഇത് ഫ്യൂ ഓഫ് ദ കളേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ചുള്ള കളേഴ്സ് നമുക്ക് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് മറ്റ് പ്രത്യേകതകൾ പറയാനുള്ളത്? അത് മറ്റ് ലിഫ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ അങ്ങേയറ്റം യൂസർ ഫ്രണ്ട്ലിയും അങ്ങേയറ്റം ഈസി ടു യൂസ് ആക്കുന്ന എന്തൊക്കെയാണ് പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങൾ? സാർ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം സാറിന്. അപ്പോൾ കറണ്ട് പോയ ഒരു സംഭവം അതൊന്ന് കാണിച്ചു തരാം. അത് തന്നെ തന്നെ കാണിച്ചാൽ മതി. ഞാൻ അല്ലല്ല, ആളുണ്ട്. നോ വരീസ്. അപ്പോൾ ഇപ്പോൾ ആള് ട്രാവൽ ചെയ്യാണ്. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പവർ വരുന്നത്. സോ ഈ ഒരു പവറിൽ ഇത് ഓഫായ എൻറ്റയർ ലിഫ്റ്റിൽ പവർ ഇല്ല. ഓക്കെ. അപ്പോൾ അമൽ ട്രാവൽ ചെയ്യുമ്പോൾ ഗോ ഡൗൺ സ്റ്റേഴ്സ്. സോ ആള് ട്രാവൽ ചെയ്യാണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ കറണ്ട് പോയി, ഈ ഒരു സിനാരിയിൽ കറണ്ട് പോയി. ഇപ്പൊ കറണ്ട് ഇല്ല, 0 ആണ്, കറണ്ട് ഒട്ടുമില്ല. അതിന്റെ അകത്ത് ലൈറ്റ് കാണുന്നത് അത് നമുക്ക് പവർ ബാക്കപ്പ് ആണ്, ഫാനും ലൈറ്റും ഉണ്ടാവും.
എന്നിട്ടും താഴേക്ക് പോവാണ്. ഓക്കെ. നോർമലി പോകുന്നതായിട്ട് സ്പീഡ് സ്ലോവർ ആയിട്ടാണ് ഇറങ്ങുന്നത്. സോ ആള് പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇതാണ് നമുക്ക് വേണ്ടത് ഒരു ഫീച്ചർ. ഇനി ആള് തുറന്ന് നോർമലി ആൾക്ക് പുറത്തിറങ്ങാം. ഞാൻ ഇത് ഓൺ ചെയ്ത് കൊടുക്കട്ടെ. ഇനി ആളിപ്പോ തിരിച്ച് മുകളിലോട്ട് കയറി വരുമ്പോൾ ഞാൻ ഇതേ സിനാരിയോ ഒന്ന് കാണിച്ചു. ഓക്കെ ഓക്കെ. സോ ഇപ്പൊ ഇത് ബാക്കപ്പ് ഓൺ ആവാൻ നമുക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ നോർമലി അവിടെ റിഫ്ലക്ട് ആവും. ഇപ്പൊ താഴെ എത്തി ആള് താഴെത്തി ആൾക്ക് ഇറങ്ങാം. അപ്പൊ കറണ്ട് തിരിച്ചു വന്നു. ആള് മുകളിൽ ട്രാവൽ ചെയ്യാണ്. അഗെയിൻ സെയിം സിനാരിയോ, ഞാൻ കറണ്ട് ഓഫ് ചെയ്യുന്നു. ഇതാ കറണ്ട് പോയി. പക്ഷെ അത് വളരെ സ്ലോ ആയിട്ട് ഓക്കെ. അപ്പോൾ ഒട്ടും പാനിക്കാവേണ്ട കാര്യമില്ല. വീടുകളിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ സിറ്റുവേഷൻ അറിയാലോ, കറണ്ട് എപ്പോൾ വേണമെങ്കിലും പോവാം. അതെ. ഇനി ലാസ്റ്റ് ചോദ്യം. ലാസ്റ്റ് ചോദ്യം അല്ല, നീ ചോദിക്കെന്നാൽ പോലും എത്ര രൂപ കൊടുക്കണം എനിക്കൊരു ഫസ്റ്റ് ഫ്ലോർ ഒറ്റ 2 നിലയുള്ളൊരു വീട്? 2 നിലയുള്ള വീട് സാറിന് പ്രൈസിങ് വൈസ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമൈസബിൾ ആണ്. സോ അറ്റ് ദി എൻഡ് സാറിന്റെ ചോയ്സ് പോലെ ഇരിക്കും എങ്ങനെയാണ് സാറിന് ഇത് കസ്റ്റമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ബേസിക് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന അറൗണ്ട് ഒരു 10 lakhs-ന്റെ അടുത്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്നത്. അത് ഒരു നില ഉള്ള വീടിന്. ഒരു നിലയുള്ള വീടിന് മുകളിലേക്ക് പോകുന്നവർ ഒരു 1.5 lakhs-ന്റെ ഡിഫറൻസ് വരും. G+3 വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. G+3 വരെ അല്ലേ? ഞാൻ പക്ഷേ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയി. 5 നില എന്നൊക്കെ ഞാൻ ആവേശഭരിതനായി പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഗ്രൗണ്ട്+3 ആണ്. അപ്പം 4 നിലയുള്ള വീട് അല്ലേ? ടോട്ടൽ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് ഇപ്പോൾ ഒരു നോർമൽ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ കേരളത്തിലെ G+1 G+2 ആ റേഞ്ച് തന്നെയാണ്. G+3 വീടുള്ള റെയർ ആണ്. സോ അതിന് മുകളിലോട്ട് നമുക്ക് വന്നിട്ടില്ല എൻക്വയറീസ്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഡീലർഷിപ്പുകൾ, വളരെ ചെറിയ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പുകൾ, പിന്നെ ജുവല്ലറികൾ, ചെറിയ സ്ഥലത്ത് ഉള്ള ജുവല്ലറികൾ, ചെറിയ സ്ഥലമുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അങ്ങനെ നിങ്ങളുടെ വലിയ ലിഫ്റ്റ് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സ്പേസ് ആയാലും അതിൻ്റെ റേറ്റ് ആയാലും അങ്ങനെ നിൽക്കുന്ന ഒരു ശങ്കിച്ച് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടൊരു മൂലയിൽ ഈ സാധനം കൊണ്ട് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടന്നുകൊള്ളും. വളരെ ചെറിയ സ്പേസിൽ. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത് വലിയ ഓഫീസേ അല്ല. വലിയൊരു ലിഫ്റ്റ് ആണെങ്കിൽ എത്രത്തോളം സ്പേസും എത്രത്തോളം സാങ്കേതികമായിട്ടും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊരു മൂലയിൽ ഒന്നും വേണ്ട ഒരു പാവമായിട്ട് ഇരിക്കുകയാണ് ഈ ഒരു കണ്ണാടിക്കൂട്. ഈ കണ്ണാടിക്കൂടിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് ഒരു സന്തോഷമുള്ള കാര്യമാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞ പോലെ രസകരമായ ഒരു അനുഭവമായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഓട്ടോമേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ സ്വിച്ചൊക്കെ ആണെങ്കിലും നമ്മൾ അലക്സയോട് പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിട്ടുണ്ടല്ലോ. ആ തരത്തിൽ എന്തെങ്കിലും കണക്ടിവിറ്റി, നമ്മളോട് വണ്ടി ചെയ്യുന്നുണ്ട് കണക്ടിവിറ്റി, അങ്ങനെ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ? ഉണ്ട് സാർ. നമ്മുടെ ലിഫ്റ്റിൽ നമുക്ക് പറഞ്ഞില്ലേ കസ്റ്റമൈസബിൾ ആണ്. സോ നമുക്ക് അലക്സ വേണമെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു മോഡലുണ്ട്. സിഗ്നേച്ചർ മോഡൽ എന്നാണ് പറയുക. സോ ആ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സാർ വോയിസ് കമാൻഡിൽ എൻറ്റയർ ലിഫ്റ്റ് വയ്ക്കും. ഹോം ഓട്ടോമേറ്റഡ് ആകും. എങ്ങനെയാകും അത്? സാർ ഇപ്പോൾ അടിയിൽ ഇരുന്നിട്ട് ലിഫ്റ്റിനോട് അടിയിലോട്ട് വരാൻ പറഞ്ഞാൽ ലിഫ്റ്റ് വരും. സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യും അവിടെ. അങ്ങനെയാണ് നോർമലി. അപ്പോൾ അതിപ്പോൾ ഈവൻ വയസ്സായ ആൾക്കാരാകുമ്പോഴും അവർക്ക് ചിലപ്പോൾ ബട്ടൺസ് അമർത്താനും അവർക്ക് ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഒരു ഫീച്ചർ പുറത്തൊരാൾക്ക് കമാൻഡ് ചെയ്തിട്ട് വിളിച്ചു വരുത്താം. അത്ര. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാന ഭാഗത്ത് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഞാനിപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ വീട് പണി തുടങ്ങുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? നിങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന വരെയുള്ള പ്രൊസീജിയർ, എത്ര കാലം, ഫിറ്റ് ചെയ്യാൻ എത്ര ദിവസം, അത്തരം കാര്യങ്ങളൊക്കെ പറയാമോ? ഓക്കെ സാർ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ പ്രൈവസിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ സാർ ലിഫ്റ്റ് വാങ്ങി വീട്ടിൽ വെച്ചു, ഞാൻ എല്ലാ 6 മാസം കൊണ്ടും ഒരു ടെക്നീഷ്യൻ വന്നിട്ട് 1-2 ദിവസം സാറിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് സാറിന് ഒരു ഇൻകൺവീനിയൻസ് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ വരെ നമ്മൾ 48 hours-നുള്ളിൽ കംപ്ലീറ്റ് ആണ്. അതായത് സൈറ്റിൽ ഡെലിവർ ആയി കഴിഞ്ഞാൽ വിത്തിൻ 48 hours നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ആ ടെക്നീഷ്യൻ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ടെക്നീഷ്യനായിട്ടൊരു സാറിനൊരു കോൺടാക്ട് വേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആൻഡ് സാർ ചോദിച്ച പോലെ നമുക്ക് എങ്ങനെ പ്രൊസീജിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇപ്പോൾ വന്നു പ്രൊഡക്റ്റ് സാറിന് ഇഷ്ടമായെങ്കിൽ സാർ നമ്മളൊരു സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, ഒരു ഫീസിബിലിറ്റി ചെക്ക്. സോ ഈ ഒരു ചെക്കിൽ നമ്മൾ അവിടെ വന്നിട്ട് ബേസിക്കലി നമ്മുടെ ലിഫ്റ്റ് അവിടെ ഫീസിബിൾ ആവുമോ, റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഹൈറ്റും ഡോർ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമുക്ക് വൺസ് അത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഓർഡർ പ്ലേസ്മെൻ്റ് ആണ്. സോ സാർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിനത് പ്രൊഡക്ഷനിലോട്ട് മൂവ് ആവും. സോ ഇതുവരെ സാറിനൊരു ടീമായിട്ടാവും കോൺടാക്ട് ഉണ്ടാവുക. ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റിൽ നമുക്ക് വരുന്നത് CRMs ഉണ്ടാവും, കസ്റ്റമർ റിലേഷൻ മാനേജേഴ്സ്. സോ സാറിന് വേണ്ടി ഒരു സ്പെസിഫിക് CRM അലോക്കേറ്റ് ആയിട്ടുണ്ടാവും. അവരാവും സാറിന് A to Z ഡീറ്റെയിൽസ് അപ്ഡേറ്റ് തരാം. ലൈക്ക് സാർ ഓക്കെ പ്രൊഡക്ഷനിലോട്ട് മൂവ് ചെയ്യാണ്, പ്രൊഡക്ഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത് അൺലോഡ് ചെയ്യും, എല്ലാ കാര്യങ്ങളും സാറിന് A to Z അവരായിട്ടാവും കോൺടാക്ട് ഉണ്ടാവും.
എന്നിട്ട് സാറിന് ഡെലിവറി എത്തണ വരെ അവരായിട്ടുണ്ടാവും, പിന്നെ ടെക്നീഷ്യൻ ടീം ഉണ്ടാവും, അവർ പിന്നെ അവിടുന്ന് ടേക്ക് കെയർ ചെയ്യും. സോ ഒക്കെ ഒരു പ്രോപ്പർ പ്രൊസീജിയറിലാണ്, ബിക്കോസ് നമ്മളെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ വീട് വെക്കുന്നതിന് മുമ്പേ നിങ്ങളെ സമീപിക്കണമെന്നാണോ അതോ വീട് വെച്ചിട്ട് സമീപിക്കണോ? എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഏതാ സർ? നമുക്ക് സർ ഏതൊരു സ്റ്റേജ് ആയാലും നമുക്ക് ഇഷ്യൂ അല്ല. ലൈക്ക് ആസ് ലോങ് ആസ് സാറിന് ലിഫ്റ്റ് ഇഷ്ടമായി, സാറിന് സൂട്ടബിൾ ആണെന്ന് സാറിന് തോന്നുന്നുണ്ടെങ്കിൽ എനി ടൈം നമ്മൾ ഓർഡർ എടുക്കാൻ റെഡിയാണ്. വിത്തിൻ 3-4 months നമ്മൾ ചെയ്തു തരും ചെയ്യും. അതുപോലെ ഒരു ഡ്യൂപ്ലേ ഫ്ലാറ്റുകളുണ്ടല്ലോ, 2 നിലയുള്ള അപ്പാർട്ട്മെന്റ്സ്, അതാണെങ്കിൽ അതിലൊരിക്കലും ഈ ഒരു ഇങ്ങനെ ഹോൾ ഒരു പ്രൊവിഷൻ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ ഹോളൊക്കെ നിങ്ങൾ തന്നെ ഇട്ട് സാധനം ഫിറ്റ് ചെയ്ത് കൊടുക്കും. സർ നമുക്ക് ഇത് നമ്മൾ പുറത്തുള്ള വെൻഡേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ കോൺടാക്ട് ഉണ്ടെങ്കിൽ അവർ തരും. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞ നോർമലി കുത്തിപ്പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളൊരു ഡയമണ്ട് കട്ടിംഗ് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. സോ എൻറ്റയർ ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റി അത് എഫക്ട് ചെയ്യില്ല, ആ ഒരു ഏരിയയിൽ മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ സാർ നോർമൽ ഇപ്പോൾ നമുക്ക് സാർ ഇപ്പോൾ അപ്പാർട്ട്മെന്റ്സ് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ എന്തായാലും സാറിന് അധികം പിറ്റൊന്നും കുഴിക്കാൻ പറ്റില്ല. സോ സാറിന്റെ ഏരിയ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് തന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് വളരെ പ്രശസ്തനായ ഒരു മലയാള സിനിമാ നടൻ്റെ ഡ്യൂപ്ലേ അപ്പാർട്ട്മെന്റിൽ ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ്. അതെ, ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായൊരു സംഭവം. നമുക്കൊരു വളരെ പ്രയോജനപ്രദമായൊരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി തീർച്ചയായിട്ടും ഈ നിബോ ഹോം എലിവേറ്റർ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വളരെ എന്താണ് വളരെ യൂസ്ഫുള്ളായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെല്ലാം പ്രായമായവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരവസ്ഥയിൽ വീടുകൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. കൂടാതെ വീട്ടിൽ പാരലൈസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന, വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നവർക്ക് എപ്പോഴും മുകളിലത്തെ നിലയിൽ കഴിയേണ്ടി വരുന്നു, അല്ലെങ്കിൽ താഴത്തെ നിലയിൽ കഴിയേണ്ടി വരുന്നു. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ സൗകര്യപ്രദമാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പുകൾ, ജുവല്ലറികൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അങ്ങനെയുള്ള ഇപ്പം ഒരു സാനിറ്ററി ഷോപ്പാണെങ്കിൽ പോലും ചെറിയ ഷോപ്പാണെങ്കിൽ മൂലയിൽ ഈ സാധനം ഇരുന്നോളും, ഒന്നും അറിയണ്ട, മുകളിലേക്കും താഴേക്കും സുഖമായിട്ട് സഞ്ചരിക്കാം. അങ്ങനെ നമ്മുടെ മൊബിലിറ്റി കാര്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ആയാസം വളരെയധികം കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നിബോ ഹോം എലിവേറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഇവരെ സമീപിക്കേണ്ടത്? ഇവരുടെ നമ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കുക, വന്ന് കാണുക. ഫോർട്ട് കൊച്ചിയിലാണ് ഇപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഉള്ളത്. കൂടാതെ തിരുവനന്തപുരത്ത്, കോഴിക്കോടും ഉടൻ തന്നെ തുടങ്ങുകയുമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുത്ത നിബോ എലിവേറ്ററിന് എൻ്റെ നന്ദി അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഞാൻ താഴോട്ട് പോട്ടാക്കില്ലേ, എടുത്തോണേ, നോക്കിക്കോണം കേട്ടോ. ഇതിടയ്ക്ക് നിന്ന് പോലും പേടിക്കണ്ട, എന്നാൽ പോലും ഒരു ചെറിയ ക്ലസ്ട്രോഫോബിക്കാരനാണല്ലോ.